ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇഫ്താർ സ്നാക്കായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ പിൻ്റെ അതല്ലെങ്കിൽ മസാല ഉണ്ട് എങ്ങനെ ആക്കറേന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഇതിലെ ഒരു വീഡിയോ ഞാൻ കുറേ മുന്നോൽ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയത് ഇത്രയാണ്. അപ്പോൾ ഇത് തെന്നാത്തിൽ ഡിഫറെൻ്റ് ആയിട്ട് ആക്കിയത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പിണ്ടായിട്ട് ആക്കിയത്. ഇതിലെ മസാല എല്ലാം നല്ല ടേസ്റ്റ് ആവും. നിങ്ങൾ ട്രൈ ആക്കി നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഞങ്ങൾ ഇത് എങ്ങനെ ആക്കറേന്ന് നോക്കാം. അത് ഒരു ഇത് പാൻ വെച്ചിട്ട് ಅದಕ್ಕೆ ഞങ്ങൾ ഓയിൽ ಬಿತ್ತಿ കൊടുക്കണം. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം സൈസിലെ 3 നീരുള്ളി, ഒരു 4-5 പച്ചമുളക്, പിന്നെ തെല്ല് ബേച്ചപ്പ് പച്ചമുളകും ബേച്ചപ്പ് പൊടിയായിട്ട് കട്ടാക്കിയിടും. പിന്നെ നീരുള്ളി നൈസായിട്ട് കട്ടാക്കി എത്തും. ഒരു മീഡിയം സൈസിന് 3 എടുത്തിട്ടാണ് ഇവിടെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ല കായിട്ട് ഇതിലിടയ്ക്ക് ഞങ്ങൾക്ക് ಇದಕ್ಕೆ പിന്നെ തേങ്ങ ഒന്ന് ക്രഷ് ആക്കി എടുക്കണം. അപ്പോൾ ഒരു അരക്കപ്പിടക്കട്ടി ഒരു തെല്ല് ആറെടുത്തെങ്കിൽ എത്തി തേങ്ങ അതൊട്ടിക്ക് തെല്ല് പച്ച ബഡ്സപ്പ്, ഒരു ടീസ്പൂൺ എത്ര ബഡ്സപ്പ്, പിന്നെ ചെറിയൊരു പീസ് നീരുള്ളി, ഇത് മൂന്നും കൂടി മിക്സി ജാറിക്കിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തെങ്കിൽ എത്തും. തന്നെ എന്ത് ബീത്തണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇത് ഇത് തിരിച്ചെടുത്തെങ്കിൽ എത്തും, പൊടിച്ചെടുത്തെങ്കിൽ എത്തും. അപ്പോൾ അത് ഒടിക്കിട്ട് അത് തേങ്ങ പൊടിച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് ഈ ഒരു നീരുള്ളി ഉണ്ടല്ലേ നല്ല കാഞ്ഞിട്ട് വന്നതിൽ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇട്ടും അതേപോലെ നല്ല കായിട്ട് അതിൽ പിന്നെ ഞങ്ങൾ ഇതിക്ക് മഞ്ഞളുടെ പൊടി മുളക് പൊടി ഇത് മസാല പൗഡറെല്ലാം ഇട്ടിങ്ങിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞളുടെ പൊടി, അതേപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഇത് ചിക്കൻ മസാല, 3/4 ടു 1 ടീസ്പൂൺ എത്ര ഗരം മസാല, 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി. ഇനിയിപ്പോൾ നല്ല മുളക് പൊടി ഇല്ലെങ്കിൽ വലിയ വിഷയമല്ല, ഗരം മസാല ചിക്കൻ മസാല അത് ഞങ്ങൾ ഇട്ടെങ്കിൽ പിന്നെ മസാല പൗഡർ നിങ്ങൾ ಯಾರ ಕೊಡಿ ಬೇನಿಗೆ നോക്കിയിട്ട് ഇത് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ആക്കിയുള്ളതെങ്കിൽ ಯಾರ ಕೊಡಿ. അപ്പോൾ മസാല പൗഡർ പച്ചമണം ഒന്ന് പോയാൽ പിന്നെ ഒരു മീഡിയം സൈസിലെ ടൊമാറ്റോ കട്ടാക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ ഇത് കുക്ക് ആവണമെന്നില്ല, അതിലൊട്ടിക്കുമ്പോൾ ഞങ്ങൾ ചിക്കൻ ഇട്ടെങ്കിൽ ഇതിക്ക്. അപ്പോൾ ചിക്കൻ നാനൂടെ വലിയ ഒരു ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസ് എടുത്തേ, അതായത് 1/400 ചിക്കന് ಅದರ ಬ್ರೆಸ್ಟ್ ಪೀಸ್ ಅದು ನಾನು ಉಪ್ಪು മഞ്ഞളുടെ പൊടി പിന്നെ തെല്ലുമുളക് പൊടി ഇട്ടിട്ട് ಬೇಪಾಟಿ എടുത്തത്. നിങ്ങൾ ഇപ്പോൾ സമൂസത്തിಗೆಲ್ಲ ಬೇಪಾಟಿ എടുക്കറല്ലേ അതേപോലെ ആക്കി എടുത്തത്. അപ്പോൾ ഇത് എല്ലാ ചിക്കനും ഇട്ട് കൊടുത്തേ. അപ്പോൾ ഈ ചിക്കനും ഇട്ടിട്ട് നല്ല ഒന്ന് അടിമേലാക്കിയിട്ട് ഇപ്പോൾ ನಾನು ತೆಳ್ಳು ನೇರ ಇದು ಮೂಡಿ ಬೇಕಿರ ಫಸ್ಟಿಗೆ പിന്നെ ഞങ്ങൾ ಇದಕ್ಕೆ തേങ്ങ ഇട്ടെങ്കೈತೆ ತೆಳ್ಳು ನೇರ ഒന്ന് ಚೆಂದ ಮಿಕ್ಸ್ ಹಾಕಿದ್ರೆ ತೆಳ್ಳು ನೇರ ಇದು ಮೂಡಿ ಬೇಕಾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചെങ്കೈತೆ. അപ്പോൾ തെല്ല നേരതാ മൂടി വെച്ചാൽ നിങ്ങൾ ഒപ്പം ഒന്ന് ചെന്ത അടിമേലാക്കിയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ക്രഷ് ആക്കി വെച്ച് തേങ്ങ ഉണ്ടല്ലേ അത് ഇട്ട് കൊടുക്കണം. പിന്നെ ಇದಕ್ಕೆ ഞങ്ങൾ ഉപ്പ് ഇട്ടിട്ടില്ല, ഇപ്പം ഞങ്ങൾ ചിക്കനിಗೆ ನಾನು ഉപ്പിಟ್ಟರೆ പിന്നെ ഈ ഒരു മസാലയ്ക്ക് വേനായിട്ടുള്ള ഉപ്പ് ഞങ്ങൾ ഇതേ ടൈമിൽ ഇട്ടെങ്കೈತೆ. ഇപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തರೆ പിന്നെ ഉപ്പ് ഞങ്ങൾ ടേസ്റ്റ് പിന്നെ എത്ര പിന്നെ ഇതിലൊട്ടിಗೆ ഞങ്ങൾ ഒരു 1/4 കപ്പ് എത്ര തണ്ണി വിത്തി കൊടുക്കണം. ഈ മസാല ಡ್ರೈ ಆಗುತ್ತೀರಾ അപ്പോൾ ಅದಕ್ಕೆ വേണ്ടിയിട്ട് തെല്ല് തണ്ണി വിത്തി കൊടുക്കണം. ഒരു 1/4 കപ്പ് എത്ര തണ്ണി ಮೇಯೋ ಅದು ಬಿತ್ತಿಟ್ಟು ಚಂದ ಇದು ಅಡಿಮೇಲೆ ಹಾಕಿಟ್ಟು ಉಪಸ್ ನಂಗೆ ತೆಲ್ನಾರ ಇದು ಮೂಡಿ ಬೇಕು. ಈ ತೇಂಗ ಎಲ್ಲ ಇಟ್ಟಿಡಾಮು, ಈ ತೇಂಗ ಇಡು ನಿಮ್ಮ ಮಸಾಲೆಗೆ, ಈ ತೇಂಗ ಇಡುമ്പോൾ ಇದು നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കರೆ ಚಂದ ಒಂದು ಅಡಿಮೇಲೆ ಹಾಕಿ ಇಡ್ಕೊರು. ടേസ്റ്റ് ಎಲ್ಲ കറക്റ്റ് ആക്കി കൊടുക്കും. ഈ ടൈമിൽ നല്ല അടിമേൽ ആക്കിയിട്ട് ഒന്ന് ഒപ്പസ് വർക്ക് തെല്ലിനാര മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തെല്ലിനാര മൂടി വെക്കറോ ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ വെക്കട്ടെ ചെറിയ തീയിൽ. അപ്പോൾ ഇത് തെല്ല് നേരം മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചന്ത ഉപ്പസ് ഒരു അടിമേലാക്കിയിട്ട് ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഞങ്ങൾ ಇದಕ್ಕೆ തെല്ല് കൊത്തമ്പരി ಸೊಪ್ಪು അതേപോലെ തെല്ല് ടൊമാറ്റോ സോസ് അതെല്ലാം ಕೆಚಪ್ ഏതും ആവും. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ ഇട്ടെങ്കിൽ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ വലിയ വിഷയമല്ല, നിങ്ങൾ കൊത്തമ്പരി സೊಪ್ಪು ഇട്ട് ചന്ത മിക്സ് ആക്കി എടുത്തെങ്കിൽ. അപ്പോൾ ഈ ഒരു ടൊമാറ്റോ സോസ് അതെല്ലാം ಕೆಚಪ್ ഇടുമ്പോൾ ಇದಕ್ಕೆ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കണം. മസാല ഇതിലെ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടുവാനായിട്ട് ഈ ഒരു സോസ് ഇട്ടേ. അപ്പോൾ ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. അത് ഉണ്ടെങ്കിൽ ഒരു ചെറിയ സ്പൂണിൽ ഒരു 2 സ്പൂണോ അല്ലെങ്കിൽ ഒരു 2.5 ഇങ്ങനെ ഇടുമോ നോക്കിയിട്ട് പിന്നെ അത്ര നോക്കിയിട്ട് ഇട്ടെങ്കിൽ. അപ്പോൾ അതും ഇട്ടിട്ട് നല്ല ഒന്ന് അടിമേലാക്കി നിങ്ങൾ മസാല ഇത് റെഡി ആയിത്തൂടെ കണ്ടല്ലേ ഇതുപോലെ ഉണ്ട് മസാല. ഇനിയിപ്പോൾ ഞാൻ ഇതൊരു പ്ലേറ്റിക്ക് ഇട്ട മസാല അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാല ഇട്ടിക്കരുത്. അപ്പോൾ ഇതാ ഇത്ര മസാല നിങ്ങൾ മസാല കൂടെ റെഡി ആയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ಇದಕ್ಕೆ പിന്നെ അരിയുടെ പൊടി അതൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഇത് 2.5 കപ്പ് അരിയുടെ പൊടി എടുக்கிறேன் ഞാനിവിടെ. ഇത് 250 ml കപ്പിൽ നിങ്ങൾ ಬೇನೆ എത്ര നോക്കിയിട്ട് എടുക്കറോ ಅದಕ್ಕೆ ടേസ്റ്റ് ಬೇನೆ എത്ര ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ തെല്ല് ജീരകം ഇട്ട് കൊടുക്കുക, ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ಬೇನೆಂಗೆ ഇട്ടെങ്കിൽ ഇനിയിപ്പോൾ ಬೇನೆಂಗೆ സ്കിപ്പ് ആക്കുക. ನಾನು ಚಮ್ಮ ಇಟ್ಟಿರಲಿಲ್ಲ ಅವ್ರು ತೆಲ್ಲಿಟ್ರೆ ഇനിയിപ്പോൾ അതിനെക്കാട്ടി ಯಾರೇ ഇട്ടിരുങ്ങോ ಯಾರೇ ഇടാം. അതിൽ ഫ്ലേവർ എല്ലാം ഇഷ്ടമൊന്നും കണ്ടേ തെല്ല് ಯಾರು ഇട്ടിരുങ്ങ ಯಾರು ഇടാം. പിന്നെ നല്ല ചൂട് തന്നെ വിത്തിട്ട് ഞങ്ങൾ ഇത് ഞാൻ ഇപ്പോൾ കുഴച്ചെടുக்கிறேன். അപ്പോൾ അത് നിങ്ങൾ നോക്കിയുള്ളൂ, നിങ്ങൾ ഇപ്പോൾ ഓരോ അരിയുടെ പൊടി നിങ്ങൾ ഏത് അരിയുടെ പൊടി എടുക്കുക ಅದಕ್ಕೆ ಬೇನೆ പോലെ തണ്ണിയെല്ലാം വ്യത്യാസം ഇക്കറ്. എല്ലാ അരിയുടെ പൊടിക്കും ഒരേപോലെ അല്ല തണ്ണി. അപ്പോൾ ചിലതൊക്കെ നല്ല ചൂട് വേണം, ചെറിയ ചൂട് വേണം, അങ്ങനെ ചൂട് മേയോട് അങ്ങനെല്ലാം ഇക്കറ്. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ അരിപ്പൊടിയെല്ലാം ഇങ്ങനെ നിങ്ങൾ ഇതാക്കറ് അങ്ങനെ ആക്കിയിട്ട് എടുത്തെങ്കിൽ ഇതുപോലെ ഇത്ര ഗട്ടിയിൽ വേണോ തണ്ണി നിങ്ങൾ ഇത് കൊലക്കുമ്പോഴത്തേക്ക് ഉറക്കമേ തണ്ണി വിത്തണ്ട തെല്ല് വിത്തിട്ട് മിക്സ് ആക്കി ഇങ്ങത്ത്. അപ്പോൾ ഇതുപോലെ ഗട്ടി വേണം, ഇത്ര ഗട്ടി വേണോ. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് എന്തുമില്ല നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് എടുത്തെങ്കിൽ കാട്ടറാണ് ഇതേപോലെ ആക്കി എടുക്കറോ. പിന്നെ ഞങ്ങൾ ഇത് ഓരോ പിണ്ട ആക്കി എടുക്കുമ്പോൾ ഞങ്ങൾ ബാക്കി ഇത് പെട്ടുണ്ടല്ലേ ഇത് കുറേ പിട്ടെല്ലാം ഉണ്ടെങ്കിൽ ചുമ നേരം എടുക്കണമെങ്കിൽ അത് മൂടി വെച്ചുണ്ടെങ്കിൽ മൂടി വെച്ചിട്ട് ഞങ്ങൾ ഇത് ഓരോ പിണ്ടാക്കി എടുത്തെങ്കിൽ ഇല്ലെങ്കിൽ അതിങ്ങനെ ഉണങ്ങിയ പോലെ ആവിടും. അപ്പോൾ അതുകൊണ്ടിടും ഇതുപോലെ ഞാൻ ഇതിൽ കാട്ടുற പോലെ ഇങ്ങനെ ആക്കി എടുക്കും. ചുമ ദളത്തിലാക്കണ്ട, പിന്നെ ചുമ തെലുപ്പാക്കും പോണ്ട. ചുമ തെലുപ്പാക്കിയെങ്കിൽ ഇതിങ്ങനെ ಬೇಪಾಟೋ ಮೇಲೆ പൊട്ടുകയെಲ್ಲ ಚಾನ್ಸ್ ಇಕ್ಕರೆ. പിന്നെ ചുമ ದಳ ಹೆಂಗೆ ತಿನ್ನೋಗೂ ನಲ್ಲವಲ್ಲ. അപ്പോൾ അതുകൊണ്ടിട്ട് നോക്കിയിട്ട് ഇതുപോലെ ആക്കി എടുത്തെങ്കിൽ അപ്പോൾ മസാല ಬೇಕರು ചുമ ಕೊರಡಿ ಹಾಕಂಡ ಮಸಾಲೆ ಬೆಚ್ಚಿದ ಇದುപോലെ
ഇതിൽ കാട്ടറില്ലേ അതേപോലെ ഒന്ന് ആക്കി വന്നേം കയ്ത്ത് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പറഞ്ഞു കൈക്ക് ಬೇನುಂಟೆಂಗೆ ತೆಲ್ಲ ಆಯಿಲ್ ಬೇನಿಂಗ್ ഇങ്ങനെ അരിട് പോയി ഇങ്ങനെ പത്തി പിടിക്കണമെങ്കിൽ തെല്ല ഓയിൽ ಬೇನಿಂಗ್ ആക്കിയുള്ളൂ കൈക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണോ അപ്പോൾ ಗೊತ್ತಾಯ್ತല്ലേ ഇതേപോലെ ആക്കി എടുത്തെങ്കിൽ ഇനിയിപ്പോൾ ഞങ്ങൾ ಇದಕ್ಕೆ ಮೇಲ್ಗಡೆ ತೆಳ್ಳು തേങ്ങയിൽ ഇട്ടിട്ട് ഇങ്ങനെ തേങ്ങ ഇട്ടിട്ട് ഒന്നിങ്ങനെ പരട്ടി എടുക്കരുത് ഇതിൽ കണ്ടില്ല തെല്ല് തേങ്ങ ഇട്ടിട്ട് ചുമല്ല തേങ്ങയിൽ ഒന്നിങ്ങനെ കവറാക്കി എടുക്കരുത് ഒന്ന് എല്ലാ സൈഡും അത് ಬೇನೆങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ಬೇನೆങ്കിൽ നിങ്ങൾ സ്കിപ്പാക്കുക അങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ಬೇಪಟ್ಟಿ എടുക്കറി അങ്ങനെ ആവും തേങ്ങ ഇട്ടിರೆಂಗೆ ಬೇನೆങ്കിൽ നിങ്ങൾ ഇഷ്ടം ഉണ്ടെങ്കിൽ ഇടാം പക്ഷെ കുറേ ആൾക്കെല്ലാം പിണ്ടേക്ക് ഇങ്ങനെ തേങ്ങ ആക്കരുത് നല്ല നല്ല ഇഷ്ടമായിട്ട് അങ്ങനെ ಬೇನೆങ്കിൽ ഇട്ടെങ്കിൽ ഇങ്ങനെ അപ്പോൾ ഞാനിവിടെ തേങ്ങ എല്ലാം തുങ്ങിയതുപോലെ തേങ്ങ ആക്കരുത് തേങ്ങയിൽ ഇങ്ങനെ ഒന്ന് പരട്ടി എടുത്തെങ്കിൽ അത് ചുമല്ല തെല്ലില്ല ഇങ്ങനെ എല്ലാ പക്കം ഒന്ന് കവറാവിടെ പോലെ അങ്ങനെ ആക്കിയിട്ട് ഫസ്റ്റ് ഒന്ന് നക്കാട്ടെ അപ്പോൾ ಫಸ್ಟಾയിട്ട് ಅಕ್ಕರಂಗೆಲ್ಲ ನಂಗೆ ಇದು ಹಾಕ್ಕೊಂಬತ್ತೀಗ ಇದು ಗೊತ್ತಾವಲ್ಲ അപ്പോൾ അതുകൊണ്ടിട്ട് ഫസ്റ്റ് ഒന്ന് കാട്ടറ ನಾನು ഇതേപോലെ ഒന്ന് ആക്കിയെടുത്തെങ്കിൽ അപ്പോൾ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ಗೊತ್ತಾಯ್ತല്ലേ എല്ലാം ഇതേപോലെ നിങ്ങൾ ആക്കിയെടുത്തെങ്കിൽ ചെന്നപോലെ ചുമ ദളത്തിലാക്കണ്ട പിന്നെ ചുമ തെലൂപ്പിലും ആക്കുമ്പോൾ പോണ്ട ഒരു അന്തജിൽ നിങ്ങൾ ആക്കിയെടുത്തെങ്കിൽ അപ്പോൾ എല്ലാം ഉണ്ട് ഞാൻ ആക്കിയിട്ട് കാട്ടറ ನಾನು അപ്പോൾ ഇതെല്ലാം പിണ്ട ഇതുപോലെ ആക്കി എടുത്തരാം ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ആക്കിയ മസാലയിൽ ഒരു തെല്ല് മസാല എക്സ്ട്രാ ಬಂದರೆ ഒരു 3-4 പിണ്ടകളുള്ള മസാല എക്സ്ട്രാ ಬಂದರೆ നല്ല മസാല വെച്ചിട്ട് ആക്കರೆಂಗೆ ഒരു 3 പിണ്ട അല്ലെങ്കിൽ ഒരു 4 പിണ്ട അത്രയുള്ള മസാല ബാക്കിയാറ് അപ്പോൾ ഇത് പിട്ടെല്ലാം കാലിയത്ത് അപ്പോൾ ഇതിന് നിങ്ങൾ സമൂസ ആക്കರೆಂಗೆ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും ഞാൻ ഇതിൻ്റെ ബാക്കിയിട്ട് ഞാൻ സമൂസ ആക്കറേ അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇതെല്ലാം സ്റ്റീം ആക്കി എടുക്കണം ഇഡ്ലിയുടെ ഇടയിൽ വെച്ചിട്ട് ഞങ്ങൾ സാധാരണ പിണ്ടെല്ലാം ഇങ്ങനെ ಬೇಪಟ್ರೆ അതേപോലെ പിന്നെ ഞങ്ങൾ ഇത് സ്റ്റീം ആക്കുമ്പോൾ ചുമ്മ ಮೇಲೆ വെച്ചിട്ട് ഞങ്ങൾ ഇത് സ്റ്റീം ആക്കുമ്പോൾ പോണ്ട ചെന്നങ്ങൾ അടിയിട്ടിതെല്ലാം അവിടേക്ക് ಜಗ್ಗಿಟ್ಟು പൊട്ടുകയെല്ലാം ಚಾನ್ಸ್ ಉಂಟು ಉಳ್ಗ ಮಸಾಲೆ ಎಲ್ಲ ಉಳ್ಳದ್ಕೊಂಡಿಟ್ಟು ನಂಗೆ ಇದು ಚೊಮ್ಮೆ ತೆಲು ಪುರ ಪಿಂಡೆಲ್ಲ അപ്പോൾ ಅದು പൊട്ടുകയെല്ലാം ಚಾನ್ಸ್ ಸಿಕ್ಕರು അപ്പോൾ അതുകൊണ്ട് ചുമ്മ മേലെ ಬೇಕಂಡ സമയം നിങ്ങൾ ചുമ്മ പിണ്ട ഉണ്ടെങ്കിൽ ഒരു ജണ്ട് ബട്ടെല്ലാം സ്റ്റീം ആക്കി എടുത്തെങ്കിൽ ഞാനിപ്പോൾ തെല്ലെല്ലാം മേലെ വെച്ചിട്ട് ഞാൻ അത് കാട്ടുന്നതാണ് അപ്പോൾ ഇത് ഒരു 10-15 മിനിറ്റ് അതല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് 15 to 20 ഒടുക്ക ഞങ്ങൾ ഇത് സ്റ്റീം ആയിട്ട് കിട്ടും നോക്കൂ നിങ്ങൾ ഒരു 20 മിനിറ്റ് എല്ലാം മെയ്യാവും അപ്പോൾ ഇത് ചൂടോടെ മേടിക്കുക പോണ്ട ചൂടൊന്ന് പോയിൽ പിന്നെ എടുത്തെങ്കിൽ അപ്പോൾ ചൂടൊന്ന് പോയിൽ പിന്നെ ഇത് എല്ലാ പിണ്ട ഇതുപോലെ എടുത്തിട്ട് ഞാൻ അപ്പോൾ കണ്ടല്ലേ ഞങ്ങൾ ഇതിൻ്റെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മസാല പിണ്ട ഇവിടെ റെഡി ആയിട്ട് അപ്പോൾ ഇത് ഇതുപോലെ ನೆಂಚನ್ನಲ್ಲ ಇದನ್ನ ഇങ്ങനെ ಮೇಲೆ വെച്ചെനിക്കുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടുകയെല്ലാം ಚಾನ್ಸ್ ಸಿಕ್ಕರೆ പൊട്ടിങ് എന്താവില്ല ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾ ഒരു ഇങ്ങനെ പൊട്ടിയിട്ട് ഇരിക്കറല്ല അപ്പോൾ അതുകൊണ്ടിട്ട് ചുമ മേലെ ಬೇಕಂಡ അപ്പോൾ ഇത് ഇതിൻ്റെ നിങ്ങൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മസാല പിണ്ട റെഡി ആയിട്ട് നിങ്ങൾ ആക്കി നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടവും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാല ആയിട്ടിരിക്കರೆ അപ്പോൾ ನನಗೆ ಈಗ മുന്നുള്ളൊരു ഇതേപോലത്തെ ഒരു വീഡിയോ ഇട്ടിടാണ് അത് തെല്ല ഡിഫറെൻ്റ് ആയിട്ട് അത് വേണ്ടിയിട്ടായി അത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും പേരിക്കര ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ കമൻറ്റ് ആക്കൂ അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിಗೆ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിലെ മുട്ടമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കൂ ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും